അങ്ങയുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് വിഷ്ണു നമ്പൂരി. വിഷ്ണു നമ്പൂതിരി. എവിടെയാണ് സ്വദേശം? കോട്ടയം. കോട്ടയം അല്ലേ? ഇവിടെ ഇപ്പോൾ എത്ര കാലമായി വരവ് തുടങ്ങി? ഞാനൊരു 60 വർഷമായി. അതെ അല്ലേ? അത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ വരിക എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ? ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും വരുന്നത്. കാരണം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാം. അതുപോലെ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അസുഖങ്ങൾ മാറിക്കിട്ടും. എൻ്റെ കാല് തന്നെ ഈ അടുത്ത കാലത്ത് ഒരു 2 മാസമായിട്ട് നടക്കാൻ വയ്യാണ്ടിരുന്നു. ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചു, പ്രയോജനം ഉണ്ടായില്ല. ഭഗവാന് വഴിപാട് നേർന്നു. ആ വഴിപാട് കൊണ്ട് എൻ്റെ കാലിൽ നടക്കാറായി, ഗുരുവായൂർ വരാറായി. ഞാൻ എല്ലാ മാസവും വരാറുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഒരു 5-6 മാസമായി. അഷ്ടമിരോഹിണിക്ക് വന്നാൽ ഞാൻ അഷ്ടമിക്ക് വന്നാലും ഞാൻ അവിടെ 2 ദിവസം താമസിക്കും. ദർശനം ചെയ്യും. ക്ഷേത്ര ദർശനം നമ്മൾ സീനിയർ സിറ്റിസൺ അനുസരിച്ച് ദർശനം ചെയ്യാറുള്ളൂ. ദേവസ്ഥത്തിനൊന്നും ആശ്രയിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീരും. 1-2 ദിവസം മുന്നോട്ട് പോയാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും. അത് തന്നെയല്ല, നമുക്ക് ആ പ്രയോജനങ്ങളുണ്ട്. ഗുരുവായൂരപ്പനെ തൊഴുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പരിസരത്ത് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക രീതിയാണ്. ഗുരുവായൂരെ പറ്റി അഭിപ്രായം എന്ന് വെച്ചാൽ, ഗുരുവായൂരപ്പനെ ദർശനം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യങ്ങൾ നടക്കും. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും. പിന്നെ ഞാൻ ചോറ്റാനി ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ചോറ്റാനിക്ക് 2 തവണ ഉണ്ടായിരുന്നു. ഞാൻ മകത്തിനും പോയി തൊഴിൽ ദർശനം ചെയ്തു വന്നതാണ്. ശബരിമല മാളികപ്പുറത്ത് സന്ധ്യയായിരുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ ജോലി റിട്ടയർഡായി. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ എവിടെയെങ്കിലും പോകും. ഞാൻ കൊച്ചി ദേവസ്വം ബോർഡിൽ 40 വർഷം മേൽശാന്തിയായിരുന്നു. ചോറ്റാനിക്ക് തൃപ്പൂണിത്തുറ, ചക്കംകുളങ്ങര, കണ്ണംകുളങ്ങര, എറണാകുളം ശിവക്ഷേത്രം, രവിപുരം വിഷ്ണു ക്ഷേത്രം, പള്ളൂരുത്തി അഴീകാവ് ക്ഷേത്രം, പഴയന്നൂർ, ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടായിട്ടുണ്ട്. ആറാട്ടുപുഴ, തിരുവഞ്ചിക്കുളം, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തൃപ്പൂണിത്തുറ മരട് ശിവക്ഷേത്രമുണ്ട്. ഐനി ശിവക്ഷേത്രം, അവിടെ സ്വയംഭുവാണ്. അവിടെ ഇതുപോലെ ഏത് കാര്യങ്ങളും നടക്കും. അവിടെ പോയി ദർശനം ചെയ്താൽ നമുക്കൊരു ഊർജ്ജം കിട്ടും, ഒരു പവർ കിട്ടും. ആ ക്ഷേത്രത്തിൽ പോയി എപ്പോഴെങ്കിലുമൊക്കെ ദർശനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പവർ കിട്ടും. പിന്നെ മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രം തൃപ്പൂണിത്തുറ മരടിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാനത് 40 വർഷത്തോളം ദേവസ്വം ബോർഡിലുണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി, മേൽശാന്തിയായിട്ട്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്തൂ. നന്ദി.